നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കട്ട എന്ന വണ്ണം രണ്ട് ടീമുകൾ പോരാടിയ ഒരു മത്സരം. ആ മത്സരത്തിനൊടുവിൽ 5 മിനിറ്റ് മുമ്പ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടൊരു താരം പന്ത് വലയിലേക്ക് എത്തിക്കുക. ഹൃദയഭേദകം. കളിയുടെ അവസാന നിമിഷം, കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു എന്നൊക്കെ കരുതി നിൽക്കുന്നു. അങ്ങനെ തന്നെ കമൻറ്റേറ്റേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കവേ ആ ഒരു ഗോൾ അടിച്ചുകൊണ്ട് കളി കൊണ്ടുപോവുക. മൈക്കൽ മെറീനോ അവസാന നിമിഷം പോർച്ചുഗലിൻ്റെ ഹൃദയത്തിലേക്കാണ് തീ കോരിയിട്ട പോലെ ആ ഗോൾ അടിച്ചത്. ആ ഒറ്റ ഗോളിന് പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ഇതാ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഇതാ പുറത്തായിരിക്കുന്നു. ഒരു പക്ഷേ ക്രിസ്ത്യാനോയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമായിരിക്കാം ഇത്. മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും ബ്രൂണോ ഫെർണാണ്ടസും പെഡ്രോ നെറ്റോയും ഒക്കെ ആദ്യ 11 ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് മൈക്കൽ ഓയാർസബാലും അലക്സ് ബെയ്നയും ലാമിനെ യമാലും പെഡ്രിയും ഡാനി ഒൽമോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ, അതാണ് നമ്മൾ ആദ്യ പകുതിയിലൊക്കെ കാണുന്നത്. രണ്ട് ടീമും കട്ട നീക്കങ്ങളുമായിട്ട് 8 അറ്റംപ്റ്റുകൾ സ്പെയിനിൻ്റെ ഭാഗത്തും 5 അറ്റംപ്റ്റുകൾ പോർച്ചുഗലിൻ്റെ ഭാഗത്തും ഒക്കെ കണ്ട ആദ്യ പകുതി. രണ്ടാം പകുതിയിലും കളി അതുപോലെ തന്നെ പുരോഗമിക്കുന്നു. രണ്ട് ടീമും ഒരേപോലെ മുന്നേറ്റങ്ങളുമായിട്ട് കളം നിറഞ്ഞ സമയം. പക്ഷേ കളി ഇതാ എക്സ്ട്രാ ടൈം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൈക്കൽ മെറീനോയെ കളിക്കളത്തിലേക്ക് വിടുന്നത്. ഡാനി ഓൽമോയെ പിൻവലിക്കുന്നു, മൈക്കൽ മെറീനോയെ കളിക്കളത്തിലേക്ക് വിടുന്നു. ഫലമോ കളിയുടെ അവസാന ഘട്ടം. ഫെറാൻ ടോറസ് മുന്നിലേക്ക് നീട്ടിക്കൊടുക്കുന്ന പന്ത്, അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു മൈക്കൽ മെറീനോ. എക്സ്ട്രാ ടൈമിലെ ആ ഒറ്റ ഗോളിന് പോർച്ചുഗലിനെ നോക്കൗട്ട് ചെയ്തുകൊണ്ട് ഇതാ സ്പെയിൻ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.